7558875593 അതിലേക്ക് എല്ലാവരും ദാനധർമ്മം ചെയ്യുക. എനിക്ക് ആ പോയ 100 രൂപ മറ്റാളുകളിൽ നിന്ന് എനിക്ക് ഇനി വാങ്ങിക്കണം. എല്ലാവരും ദാനധർമ്മം ചെയ്ത് 100 രൂപ അങ്ങ് പോയി. ഇനി എനിക്കത് പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ പിടിച്ചെടുക്കാൻ പോവാ ഞാനിപ്പോൾ. ആരിൽ നിന്നും പിടിച്ചെടുക്കണം നോക്കട്ടെ, ഇതിനകത്ത് നോക്കട്ടെ ഇരകൾ അങ്ങനെ ഉണ്ടോന്ന്. എനിക്ക് വിശക്കുന്നതാകും. ഈ കമന്റ് വായിച്ചാൽ മാത്രമേ ഞാൻ ഫുഡ് കഴിക്കൂ. കമന്റ് വായിച്ച് ഫാത്തിമ 20 രൂപ അയച്ചിട്ടുണ്ട്. അപ്പോൾ 100 രൂപ ഞാൻ ഐശ്വര്യല്ല വേറെ ആർക്കാണ്ട് അയച്ചു കൊടുത്തു. ചാരുലതയ്ക്ക് അയച്ചു കൊടുത്തപ്പോൾ ഫാത്തിമ 20 രൂപ അയച്ചു. അപ്പൊ 20 കിട്ടിയിട്ടുണ്ട്. ഫാത്തിമ എന്ത് ചെയ്യുന്നു? അവൻ ആ ജോലി നേടിക്കൊടുത്ത കമ്പനിക്കാർക്ക് നഷ്ടം വരുത്തി വെച്ചു. ജോലിക്ക് പോകാതെ വെള്ളമടിച്ച് നടന്നപ്പോൾ എൻ്റെ ഏട്ടൻ അവർക്കുള്ള ബാധ്യത ഒതുക്കേണ്ടി വന്നു. ഒത്തിരി പ്രായമായ അമ്മൂമ്മമാരൊക്കെ സംരക്ഷിക്കുന്ന എനിക്ക് ദൈവം എന്തിനായിരിക്കും ഇത്രയും സങ്കടം തന്നത്? ഒരു ഉത്തരം തരാമോ? അവൻ ആ ജോലി കൊടുത്ത കമ്പനിക്കാർക്ക് നഷ്ടം അതാണ്ടേ ഫാത്തിമ പേര്. നാഗ, ഞാൻ ഐശ്വര്യാണ്. നാഗയുടെ ലൈവിലുള്ള ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ ഗൂഗിൾ ആണ് അയക്കുന്നത്. നാഗ, ഇതാരാ? ശരിക്കും പറഞ്ഞു ഞാൻ ഇത് ആരുടെയൊക്കെ കമന്റുകൾ എടുത്ത് വായിക്കുന്നത്. എനിക്ക് ലക്കും ലഗാനും എല്ലാം പോയി. ഇതിന്റെ ഇടയ്ക്ക് ബാബു കണ്ണഞ്ചിറ ഇട്ടു, ശ്രീദേവി എന്തോ അയച്ചു. ഇത് ആരുടെയൊക്കെ കമന്റ് അവിടെ വായിക്കുന്നത്? എനിക്ക് കണ്ണും പിടിക്കുന്നില്ല. എല്ലാം ഞാൻ ഒറ്റയ്ക്കാ ചെയ്യേണ്ടത്. നാഗ, ഞാൻ ഐശ്വര്യാണ്. ഓക്കെ, ഐശ്വര്യാണ് മോള്. പക്ഷെ ഫാത്തിമ ഇപ്പോഴാണ് മനസ്സിലായ ഐശ്വര്യയുടെ കമന്റ് ആണ് ഇത്. പക്ഷെ ഫാത്തിമയുടെ ഗൂഗിൾ പേ എന്നോ മറ്റോ ആണ് ഇത് ചെയ്യുന്നത് അല്ലേ? യെസ്, ഇപ്പൊ മനസ്സിലായി. എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങളും പതിയെ മെല്ലെ മനസ്സിലാക്കി. 5 രൂപ ശ്രീദേവി അയച്ചിട്ടുണ്ട്. ബാബു കണ്ണഞ്ചിറ എത്ര രൂപ അയക്കുക നോക്കട്ടെ. ബാബു കണ്ണഞ്ചിറ 101 രൂപ അയച്ച്. പോയ പൈസ തിരിച്ചു കിട്ടി. കണ്ടോ, ഒരാൾക്ക് 100 രൂപ അയച്ച് അങ്ങോട്ട് കൊടുത്തപ്പോൾ ആ പൈസ എനിക്ക് തിരിച്ചതുപോലെ തന്നെ കിട്ടുന്നു. എനിക്കൊരു ഉത്തരം തരുമോ? ദൈവം എൻ്റെ സങ്കടം മാറ്റില്ല. മോളെ ചാരുലത, മോളുടെ സങ്കടം ദൈവം മാറ്റിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഞാൻ ദേവിയാണ്. പൊന്നിന്റെ സങ്കടമെല്ലാം മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ദേവിയുടെ അടുത്ത് എപ്പോ വന്നോ ദേവി സങ്കടം മാറ്റുക കേട്ടോ. ദേവിയുടെ അടുത്ത് പ്രവേശിച്ചു, ഇനി സങ്കടം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നും ആത്മീയ ക്ലാസ്സിന് വരണം കേട്ടോ. ആത്മീയ ക്ലാസ്സിന് 100 രൂപ വേറെ ആര്? അഞ്ജന അയച്ചു തന്നിട്ടുണ്ട് 100 രൂപ. അഞ്ജനയായിരുന്നോ അഖിലയായിരുന്നോ? ഞാൻ അഞ്ജന ലൈവിലുണ്ടെന്ന്. മോള് ലൈവിലുണ്ടോ? മുമ്പേ അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കും 100 രൂപ താണ്ട് കയറി വന്നു. എന്റെ പൊന്നു കുഞ്ഞുങ്ങള്, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇങ്ങനെ അയച്ചാൽ മതി കേട്ടോ. ഞാനങ്ങനെ പലതും പറഞ്ഞു. ഒന്നുമില്ല, വിഷമിക്കണ്ട. ഈ പൈസ എല്ലാം നിങ്ങളുടെ കയ്യിലോട്ടാണോ വരുന്നത്? നിങ്ങൾ എന്റെ ശിഷ്യരാ. ഇതിന്റെ ഇരട്ടിയുടെ ഇരട്ടി നിങ്ങളുടെ കയ്യിലോട്ട് കയറി വരും കേട്ടോ.
ആരാ ഇത്? എന്ത് അത് പോയോ? ഓ, ആ കമന്റ് വന്നു. ആരായിരുന്നു അത് അയച്ചത്? അഞ്ജന. അഞ്ജന മോളെ, എന്റെ രുചിയാണ്. വിഷമിക്കണ്ട. ഈ 100 രൂപ ഒന്നുകിൽ തൊട്ടടുത്ത നിമിഷം അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഒന്നുകിൽ അതിന്റെ കുഞ്ഞി തുകയായിരിക്കും അല്ലെങ്കിൽ വലിയ തുകയായിരിക്കും കേറി അങ്ങ് വരും കേട്ടോ. വിഷമിക്കണ്ട. ഇതാണ് ആത്മീയത. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ ഗുരു നട്ട് ബോട്ട് ഇളകിയിരിക്കുന്ന ഗുരുവാ. മനസ്സിലായല്ലോ. ചിലപ്പം എനിക്ക് കരയാനേ പറ്റിയില്ലെന്നറിയും. കരയാനും ചിലപ്പം കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കൂട്ടുകാരുടെ എല്ലാം കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൈസ ഇടണം കേട്ടോ. ഇപ്പോഴാണ് നിങ്ങളുടെ ഗുരുവിന്റെ മുഖം ഒന്ന് ഇങ്ങനെ ആയത്. ഞാൻ എന്നും ലൈവ് കാണാറുണ്ട്. എന്നും അനീതിക്കെതിരെ സംസാരിക്കുന്ന നാഗമേക്ക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഞാൻ ഒരിക്കലും അനീതിക്ക് വേണ്ടിയോ നീതിക്ക് വേണ്ടിയോ സംസാരിക്കുന്നില്ല ഇവിടെ. ഞാനിങ്ങനെ ആത്മീയതയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. നിങ്ങൾക്കങ്ങ് തോന്നുമോ ഞാൻ അനീതിക്കെതിരെ സംസാരിക്കുന്നുവെന്ന്? എന്റെ അടുക്കൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും കൊനഷ്ട് പറയുമ്പോൾ അവർക്കൊരു ഡോസ് കൊടുക്കുന്നേ ഉള്ളൂ. അതല്ല, അത് നിങ്ങളുടെ കണ്ണിൽ അനീതിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലോ ഒക്കെ